ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിരട്ടയപ്പമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ഒരു വെറൈറ്റി പലഹാരമായിട്ട് ചിരട്ടയപ്പം ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിരട്ടയപ്പമാണ്. ഇതുണ്ടോ, ഞാൻ ചിരട്ടയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ വട്ടയപ്പത്തിനൊക്കെ അരയ്ക്കുന്ന അതേ പ്രൊസീജിയറിൽ അരച്ചിട്ട് നമ്മൾ ഈ ചിരട്ടയ്ക്കകത്ത് എണ്ണയൊക്കെ തൂത്ത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടയിൽ വെച്ച് നമ്മൾ പുഴുങ്ങിയെടുക്കുവാണേ. അപ്പം നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 4 മണിക്കൂർ ഇത് പുളിക്കാൻ വെച്ചാൽ മതിയേ. വളരെ ടേസ്റ്റാണ്. പണ്ടത്തെ കാലത്തെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അമ്മച്ചിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവമാണ് ഇങ്ങനെ ഈ ചിരട്ടയ്ക്കകത്ത്. അന്നൊക്കെ ഇങ്ങനെ വലിയ ഇഡ്ഡലി പാത്രമോ അങ്ങനെയൊന്നും എല്ലാ വീടുകളിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പം ഇങ്ങനെ വട്ടയപ്പമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചിരട്ടയപ്പമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള വലിയ ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഓർത്തു എന്നാൽ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാമല്ലോ എന്നോർത്തു. ഇപ്പോൾ ഉണ്ടാക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല, ഓരോരുത്തരുടെ രീതി അനുസരിച്ചായിരിക്കും. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ എന്തൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കാണിച്ചു തരാവേ. അതിന് ഞാനിത് ഒരു 2 ഗ്ലാസ് പച്ചരി, ഇതുണ്ടോ ഈ ഒരു സാധാ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരി എടുത്ത് നന്നായിട്ടൊരു 3 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞ് ഇത് ഞാൻ 1 മുറി തേങ്ങ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങ ഇച്ചിരി കഴന്നൊക്കെ പോന്നു, അതൊക്കെ അങ്ങ് നമുക്ക് മാറ്റിയേക്കാം. അല്ലെ കളറ് നല്ല വൈറ്റ് കളറിൽ നിന്നൊരു വ്യത്യാസം കാണും. അല്ലെ അരയ്ക്കുമ്പോൾ കുഴപ്പമില്ല, നമ്മളിപ്പോൾ വീട്ടിൽ നമുക്ക് കഴിക്കാനല്ലേ എടുക്കുന്നത്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ ഇനിയിപ്പം അതുമല്ല 4 മണിക്കത്തെ കാപ്പിക്ക് ആണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടുന്ന ഇച്ചിരി ഏലക്കായും ജീരകവും ഇച്ചിരി ഈസ്റ്റും ഒരു 1 അല്ലെങ്കിൽ 2 സ്പൂൺ ചോറും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിനകത്തേക്ക് നമ്മുടെ അരി കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുക്കാവേ. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 2 സ്പൂൺ ചോറിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിത് കൂട്ടി ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു ഒരു 1/2 സ്പൂൺ ഈസ്റ്റ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 3 ഏലക്ക, ഇതുകൊണ്ട് ഏലക്കയുടെ കുരു ഞാൻ ഇട്ട് കൊടുക്കുവാണേ. ഏലക്കയുടെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇച്ചിരി വേണമില്ല. ഇനി ആവശ്യത്തിന് നമുക്ക് അതിനകത്തേക്ക് ഞാൻ ഇതിനകത്തേക്ക് ഒരു 5 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ നമുക്ക് മധുരം വേണം. നമ്മുടെ വട്ടയപ്പത്തിൻ്റെ സെയിം പ്രൊസീജിയറാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് നല്ല മധുരം, ഒത്തിരി ഓവർ മധുരം വേണ്ട, കറി കൂട്ടി വേണേൽ കഴിക്കാം. അങ്ങനെ ഒരു അത്യാവശ്യം ഒരു ലൈറ്റായിട്ടുള്ളൊരു മധുരത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ 5 സ്പൂൺ പഞ്ചസാര ഇട്ടത്. ഞാൻ ഈ ഒരു സ്പൂണിന് ഒരു 5 സ്പൂൺ പഞ്ചസാരയാണ് ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാവേ. ആദ്യത്തെ ട്രിപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇതിനകത്ത് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഏലക്കായും ജീരകത്തിൻ്റെയൊക്കെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് നമ്മുടെ ഈ അരി, അതിനകത്ത് നമ്മൾ ബാക്കിയെല്ലാം ചേർത്ത് ഈസ്റ്റും ചോറും എല്ലാം ചേർത്താണ് അരച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് അത് ഒത്തിരി വെള്ളം ഇല്ലാതെ വേണം നമുക്കിത്. അത് നമുക്ക് ഇച്ചിരി പഞ്ചസാര എല്ലാം കൂടി ഇട്ടുകൊണ്ട് ഇച്ചിരി ലൂസായിട്ടാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ തേങ്ങയും ഈ അരിയും കൂടെ ചേർത്ത് ഇതുകൂടെ ഒന്ന് അരച്ചെടുക്കാവേ. നമുക്കൊരു ഒത്തിരി വേണ്ട, നമുക്ക് ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി നല്ലപോലെ, ഇനിയിപ്പോൾ കൈയിട്ട് വേണേൽ എടുക്കാം, ഇങ്ങനെയാണെങ്കിലും ഇളക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ഇങ്ങനെ ഇരിക്കണം, ഇത്രയും ലൂസായിട്ട് നമുക്ക് ഏകദേശം ഒരു ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പാകത്തിന് നമുക്ക് അരച്ചെടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം, പരുവം എന്നൊക്കെ പറയല്ലേ, അത് ഇതുകൊണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു 4 അല്ലെങ്കിൽ 5 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് നമുക്കിത് പുളിച്ച് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിരട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാവേ. ഞാനിന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിരട്ടയപ്പത്തിനുള്ള മാവ് ഇത് നന്നായിട്ട് പുളിച്ച് റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കോരി ഒഴിച്ച് ഒന്നുണ്ടാക്കിയിടും. അപ്പോൾ ഇത് നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ ചിരട്ട നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ചിരട്ട ഇച്ചിരി എണ്ണയൊക്കെ തൂത്ത് വെച്ച് നമ്മുടെ ചിരട്ടയുടെ കളറാണ് ഇളകുന്നത്.
നമുക്കിതിനകത്തേക്ക് ആ കയറിയ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കളഞ്ഞ് ഇതിനകത്തേക്ക് നമുക്ക് കോരി ഒഴിച്ച് എടുത്ത് വെക്കാം. ഒരു 2 തവി വീതം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചിരട്ട ചെറുതായതുകൊണ്ട്. അത് പിന്നെ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്ക് ഒത്തിരി ആയിക്കോളൂ. ഇതിനകത്ത് നമുക്കൊരു 3 എണ്ണവേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റ് വേണം ഇത് വെന്ത് വരാണ്ട് നമ്മുടെ ചിരട്ടയായത്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായി നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലൊരു വെന്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ പുറമൊക്കെ ഇങ്ങനെ നല്ല വിണ്ട് വരുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. ഇനിയിപ്പോൾ സംശയം നമുക്ക് വെന്തോന്ന് വല്ലതും ഉണ്ടെങ്കിൽ പൊട്ട് കുത്തിക്ക് വെച്ചുമല്ലോ നമുക്കൊന്ന് കുത്തി നോക്കാവേ. ഒന്നിങ്ങനെ കുത്തി നോക്കുമ്പോൾ പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ അടിപൊളി ചിരട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിപ്പോൾ എടുക്കണമെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കത്തി വെച്ച് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്കെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെന്തോന്ന് കറക്റ്റായിട്ടാണ് ഇതിങ്ങനെ നടുവിങ്ങനെ വിണ്ട് കയറി വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു, നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.